ദൈവത്തിൻ്റെ ത്രിയേക നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ആവർത്തന പുസ്തകം 20 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ആവർത്തനം 23 അധ്യായം 14 വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ദൈവത്തിന്റെ വിശുദ്ധ നിയമങ്ങളാണ് ഈ പുസ്തകത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. യുദ്ധസംബന്ധമായ നിർദ്ദേശങ്ങൾ, കുടുംബജീവിതത്തിലെ വിശുദ്ധി, സാമൂഹിക നീതി, വിശുദ്ധ ജീവിതത്തിന്റെ മാനദണ്ഡങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വായന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇവ വെറും പഴയ നിയമങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ പ്രിയ മക്കളായ നമുക്ക് ബാധകമായ അഥവാ നാം പ്രമാണിക്കേണ്ടതായ നിയമങ്ങളും ആത്മീയ സത്യങ്ങളുമാണ് ഇവ. തൻ്റെ സ്വന്തം ജനതയെ വേർതിരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പിക്കുവാനാണ് ദൈവം ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ഭയപ്പെടാതെ യാത്ര ചെയ്യുക. ആവർത്തന പുസ്തകം 20 അധ്യായം 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. നിന്നോട് കൂടെ യഹോവയുണ്ട്. യുദ്ധമാണോ മറ്റ് ജീവിത അനുഭവങ്ങളാണോ, ഏതിനും മധ്യേ നിന്നോടൊപ്പം ഞാനുണ്ട്. അതിനാൽ ഭയപ്പെടാതെ മുന്നോട്ട് തന്നെ പോകുക എന്ന ദൈവം ഇവിടെ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, ശത്രുക്കളെ കണ്ട് ഭ്രമിക്കുകയും അരുത്. ഇത് ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ്. ലോകത്തിന് തരുവാൻ കഴിയാത്ത ഉറപ്പാണ് ഇവിടെ ദൈവം നൽകുന്നത്. ശത്രുക്കൾ ഏറെയുണ്ടാകാം, അവരുടെ ശക്തി ഒരുപക്ഷെ ഏറിയതാകാം, അവരുടെ സന്നാഹങ്ങൾ ഏറെ ശക്തിമത്താകാം. എന്നാൽ നിങ്ങൾ ഭയപ്പെടരുത്, കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റ് പ്രയാസങ്ങൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഓരോരോ യുദ്ധങ്ങളാകാം. എന്നാൽ അവിടെ ആകുലരാകേണ്ടതില്ല എന്നാണ് ഈ പകൽക്കാലത്തിൽ ദൈവം നമ്മളോട് പറയുന്നത്. കാരണം എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ടെങ്കിൽ ഞാൻ തോൽക്കുകയില്ല. അതിനാൽ ഭയപ്പെടാതെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വിശുദ്ധിയോടെ യാത്ര ചെയ്യുക എന്നാണ്. കുറെ വാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു എന്ന്. ഇവിടെ നടുവിൽ അഥവാ മധ്യേ ദൈവം വസിക്കുന്ന ജനമാണ് ഇസ്രായേൽ ജനം. യഹോവ അവരുടെ മധ്യേ നടക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ് ഇത്. അതിനാൽ ഇസ്രായേല്യരുടെ പാളയം ശുദ്ധമായിരിക്കണം, അശുദ്ധി നീക്കിക്കളയണം, വിശുദ്ധിയോടെ പരിപാലിക്കാം. ഇത്തരത്തിൽ നമ്മുടെ ശരീരവും ഹൃദയവും ദൈവം വസിക്കുന്ന ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് നാം ഓരോരുത്തരും. അതിനാൽ നാം ഏവരും വിശുദ്ധിയിൽ ജീവിക്കുക. നമ്മുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ വാക്കുകൾ ശുദ്ധമായിരിക്കട്ടെ, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമായിരിക്കട്ടെ. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യേ നടക്കുന്നതിനാൽ നമ്മുടെ ജീവിതം ഒരു വിശുദ്ധ പാളയമായി മാറട്ടെ. അതിനായി നമുക്ക് നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കൂടെ നടക്കുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി തന്നതിനാൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. ഭയപ്പെടാതെ വിശുദ്ധിയോടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ആമേൻ.